2026 ഈ തെരഞ്ഞെടുപ്പിലെ വളരെ നിർണായകമായ ഒരു ശക്തിയായി മാറാൻ പോവുകയാണ് മുസ്ലിം ലീഗ്. അവർ നിശബ്ദരാണിപ്പോൾ. ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളിലോ കോലാഹലങ്ങളിലോ പെടാതെ ഒഴിഞ്ഞു നിന്ന് അവരുടെ കൃത്യനിർവഹണം നടത്തുകയാണ്. കോൺഗ്രസ് പാർട്ടികളെ പോലെ ഈ തൊഴുത്തിൽ കുത്തും പാരവെപ്പും പാലം വലിക്കലും ഒന്നും അല്ല അവരുടെ കുലത്തൊഴിൽ. അവർക്ക് വിജയിച്ച് അധികാരത്തിലെത്തണം. എന്തുകൊണ്ട് കഴിഞ്ഞ 2 തവണയും അധികാരത്തിലില്ലാതെ മാറി നിൽക്കേണ്ടി വന്നു? അത് കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യത്തിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നത്. ഇനി അതിന് തയ്യാറല്ല എന്നവർ കണക്ക് കൂട്ടി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കൃത്യമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അവർ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2016 2021 ഇവർക്ക് പല സീറ്റുകളും നഷ്ടപ്പെട്ടു പോയി. 2021 25 സീറ്റാണ് മുസ്ലിം ലീഗിന് UDF നൽകിയിട്ടുള്ളത്. അതിൽ 21 അവർക്ക് 15 ഇടങ്ങളിൽ മാത്രമേ വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. 10 സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അവർക്കുള്ള സീറ്റ് സേഫാക്കി നിയമസഭയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. 2021 LDF തരംഗത്തിലെ 10 സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് പാർട്ടിക്ക് വലിയ ഷോക്ക് തന്നെയായിരുന്നു. എപ്പോഴും അവരെ 80% എങ്കിലും വിജയം ഉറപ്പിക്കാൻ ശ്രമിക്കും. 25 സീറ്റ് കിട്ടുമ്പോൾ അതിൽ 20 സീറ്റെങ്കിലും കുറഞ്ഞതെത്തിക്കണം എന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ. 2021 ഇവർക്ക് ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ട ആ ഒരു LDF തരംഗത്തിൽ നേരിയ ശതമാനത്തിൽ മാത്രം നഷ്ടപ്പെട്ട 5 മണ്ഡലങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഈ 5 മണ്ഡലങ്ങളും നിഷ്പ്രയാസം ലീഗിന് തിരിച്ചു പിടിക്കാവുന്നതാണ്. LDFിൽ നിന്ന് ലീഗ് തിരിച്ചു പിടിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഇവയാണ്. 1 കുറ്റ്യാടി മണ്ഡലം. 2021 അവിടെ ലീഗും CPM-ഉം തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ പാറയ്ക്കൽ അബ്ദുള്ളയുടെ വിജയം ഉണ്ടാകുന്നത് 333 വോട്ടുകൾക്ക് മാത്രമാണ്. നോക്കണം, 333 വോട്ടുകൾ മാത്രമാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം. അത് ഇവർക്ക് തിരിച്ചു പിടിക്കാം എന്നുറപ്പുണ്ട്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായി കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ആ വികാരം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുറ്റ്യാടി മണ്ഡലത്തിലെ ഉചിതമായ സ്ഥാനാർത്ഥിയെ നിർത്തി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. 2, ഇവരുടെ ലീഗിൻ്റെയൊക്കെ കോട്ട തന്നെയാണ് താനൂർ മണ്ഡലം. അവിടെ PK ഫിറോസ് ആണ് ലീഗിൽ നിന്ന് പരാജയപ്പെട്ടത് വെറും 1000 വോട്ടുകൾക്ക്. ആരോട്? നമ്മുടെ ഇപ്പോഴത്തെ കായിക മന്ത്രി, മറ്റേ അർജന്റീനയിൽ നിന്ന് മെസ്സിയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് കായിക കേരളത്തെ പറ്റിച്ച കായിക മന്ത്രിയായ അബ്ദുറഹിമാനിൽ വലിയ പ്രതീക്ഷയൊന്നും LDFന് ഇല്ല. ഇടതുമുന്നണിക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് അബ്ദുറഹിമാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അബ്ദുറഹിമാൻ അടുത്ത തവണ സീറ്റ് കൊടുക്കുന്നതും സംശയമാണ്. വെറും 1000 വോട്ടിന് മാത്രമാണ് അന്നത്തെ ഒരു തരംഗത്തിൽ വിജയിച്ചത്. അബ്ദുറഹിമാനോട് തന്നെ എതിർപ്പുണ്ട്. കൂടാതെ ഭരണവിരുദ്ധ വികാരവും ഉള്ള സ്ഥിതിക്ക് PK ഫിറോസ് തന്നെ നിന്ന് കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കാം എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. 3ാമത് വരുന്നത് ലീഗിനകത്തെ യുവ നേതാവ്, തീപ്പൊരിയായിട്ടുള്ള, ചെറുപ്പക്കാർക്ക് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുള്ള പിണറായി വിജയൻ ഭയക്കുന്ന ഒരാളാണത്. പിണറായി വിജയൻ നിയമസഭയിൽ ഭയക്കുന്നത് 2-3 പേരെയാണ്. 1 മാത്യു കുഴൽനാടൻ, 2 KK രമ, 3 KM ഷാജി. KM ഷാജി മത്സരിച്ച് പരാജയപ്പെട്ട ഇടമാണ് അഴീക്കോട് മണ്ഡലം. 2011 അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ഷാജി വിജയിച്ചു. 2016 KM ഷാജിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറിനെ അവിടെ നിർത്തി. പക്ഷേ നികേഷ് പരാജയപ്പെട്ടു.
2021 വന്നിട്ട് 6000 വോട്ടുകൾക്ക്, അന്നത്തെ LDF തരംഗത്തിൽ 6000 വോട്ടുകൾക്ക് KM ഷാജി പരാജയപ്പെട്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ മണ്ഡലവും KM ഷാജിയെ തന്നെ നിർത്തി തിരിച്ചു പിടിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. അടുത്ത 4ാമത്തെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് ഏറെക്കാലം മുസ്ലിം ലീഗിന്റെ മുനീർ സ്വന്തമാക്കി വെച്ചിരുന്ന കൊടുവള്ളി കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ്. ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് 2021 മുനീർ കൊടുവള്ളിയിലേക്ക് മാറി. 2021 വന്നിട്ട് വനിതാ സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയത്. അവിടെ അഹമ്മദ് ദേവർകോവിലാണ് LDFിൽ നിന്ന് മത്സരിച്ചത്. വെറും 1000 വോട്ടിനാണ് വിജയിച്ചത്. ഈ ആദ്യമായ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നു. പക്ഷെ ഇക്കുറിയും മുസ്ലിം ലീഗ് അവിടെ ഒരു യുവ വനിതാ നേതാവിനെ ഇറക്കും എന്നാണ് അറിയുന്നത്. കോഴിക്കോട് സൗത്ത് ഇവർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ്. അടുത്ത 5ാമത് വരുന്നത് ഈ 4 മണ്ഡലങ്ങളും മലബാർ മേഖലയിലെ ലീഗിന്റെ കൊത്തളങ്ങൾ തന്നെയാണ്. കുറ്റ്യാടിയും താനൂരും അഴീക്കോടും കോഴിക്കോട് സൗത്തുമെങ്കിൽ 5ാമത് വരുന്ന മണ്ഡലം തൃശ്ശൂർ വരെ മുസ്ലിം ലീഗ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കൊരു മറുപടിയായിട്ട് ലീഗ് മറ്റിടങ്ങളിലേക്ക് കൂടി ഇപ്പോൾ വ്യാപിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ വരെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് ചോദിച്ചു വാങ്ങുകയാണ്. ലീഗ് ആധിപത്യം പുലർത്തുകയാണ് ചെയ്യുന്നത്, അപ്രമാദിത്വം കാണിച്ചുകൊണ്ട്. ആ ലീഗ് കളമശ്ശേരി മണ്ഡലം ഇവരുടെ കയ്യിലും സ്വന്തമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഇബ്രാഹിം കുട്ടിയായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇബ്രാഹിം കുട്ടി പിന്നീട് പാലാരിവട്ടം പാലത്തിലൂടെ UDFന് വലിയൊരു തകർച്ചയുണ്ടായി, ഇബ്രാഹിം കുട്ടിക്കും തകർച്ചയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നീട് അവിടെ മത്സരിക്കുന്നത് ഇബ്രാഹിം കുട്ടിയുടെ മകൻ അബ്ദുൽ ഗഫൂറാണ്. 2021 P രാജീവനോട് പരാജയപ്പെട്ടു. ഈ കളമശ്ശേരി മണ്ഡലം ഇവർ കോൺഗ്രസുമായിട്ട് വെച്ചുമാറാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് കൊച്ചിയിലേക്ക് കളമശ്ശേരി കോൺഗ്രസിന് കൊടുക്കുന്നു. അവിടെ DCC അധ്യക്ഷൻ മത്സരിക്കും. കൊച്ചി വന്നിട്ട് ലീഗിന്റെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിർത്താനാണ്. LDFിന്റെ CPMന്റെ മാക്സിയാണ് അവിടുത്തെ നിലവിലത്തെ MLA. മാക്സി തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ലീഗ് ആയിരിക്കും CPMനെ എതിരിടാൻ പോകുന്നത്. അങ്ങനെ ഈ 5 മണ്ഡലങ്ങൾ ഇപ്പൊ ലീഗ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. ചില ഇടങ്ങളിൽ ഈ സീറ്റുകൾ വെച്ച് മാറാൻ തയ്യാറാകുന്നുണ്ട്. അവരുടെ സീറ്റ് കോൺഗ്രസിന് കൊടുക്കും. ഇപ്പൊ തന്നെ ഗുരുവായൂർ മണ്ഡലം മുരളീധരന് കൊടുക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ ജോസ് കെ മാണി UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി മണ്ഡലം കൊടുക്കാം എന്ന് ലീഗ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് ചോദിച്ചാൽ 2026 അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയാണ് ഈ പ്രയത്നം ലീഗ് നടത്തുന്നത്. അപ്പോൾ ലീഗിന് 21 25 സീറ്റ് കൊടുത്തപ്പോൾ 15-ലായിരുന്നു വിജയം. 2026 ഇവര് ഈ 5 സീറ്റ് എന്തായാലും തിരിച്ചു പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്.